Hello. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, Miss. ആൾക്കാരൊക്കെ ഇത്ര ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിലും. പോയ ആരെങ്കിലും? ഹലോ, ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ക്ലാസ്സില്. അറിയില്ല. ഓക്കെ, പോട്ടെ. എവിടെ വരെ എടുത്തു നമ്മള്? ഓർമ്മയുണ്ടോ? ഫാർമസി. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ ഫാർമസി ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റില് തുടങ്ങി അതിന്റെ ഫാർമസി എന്ന് പറയുന്ന ടോപ്പിക് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. വായിച്ചു നോക്കിയിരുന്നു എല്ലാവരും? മനസ്സിലായോ? വായിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായിരുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഫാർമസി എന്ന് പറയുന്ന ടോപ്പിക് അതല്ലെങ്കിൽ ഫാർമസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമുക്കറിയാം. ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് നമ്മൾ പറഞ്ഞു. ഫാർമസിയില് all types of medications, drugs, pharmaceuticals should be equipped. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണോ അവിടെ ആവശ്യം വേണ്ട എല്ലാ തരത്തിലുള്ള ഡ്രഗ്സ്, മരുന്നുകള്, മരുന്നല്ലാത്ത ചില ഉപകരണങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഉപകരണങ്ങൾ എല്ലാം തന്നെ എക്വിപ്ഡ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഫാർമസി എന്ന് പറയുന്നത്. And it will be run by a pharmacist. ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും ഫാർമസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകുന്നത്. ആൻഡ് ഫാർമസിക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫാർമസിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സർവീസസ് ആണ് ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ പറഞ്ഞു. They have to procure, purchase and supply and also distribute different types of drugs and pharmaceuticals. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസൃതമായിട്ട് ഏതൊക്കെ മരുന്നുകൾ ഉണ്ടോ അതൊക്കെ വാങ്ങിച്ചു വെക്കുക, അതൊക്കെ സപ്ലൈ ചെയ്യുക, ഡിസ്പെൻസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫാർമസിയിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. ഈ പറയുന്ന ഡിസ്പെൻസ്മെന്റ് അല്ലെങ്കിൽ ഇത്തരം ഡിസ്ട്രിബ്യൂഷൻസ് ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻപേഷ്യൻസ് അവിടെ കിടന്ന് അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനും വേണ്ടി വരുന്ന മരുന്നുകൾ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നു പോകുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഈ ഒരു ഫാർമസിയിൽ കൂടി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനൊക്കെ അതായത് അവരുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രൊവൈഡർ ഓൺ ഡിസ്പെൻസ്ഡ് ത്രൂ ഫാർമസിയിലൂടെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതോടൊപ്പം തന്നെ വാർഡുകളിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് അതാത് വാർഡുകളുടെ ഫ്രണ്ടിൽ, അതായത് ആ വാർഡുകൾ എവിടെയാണോ വാർഡിന്റെ ആ ഒരു ഫ്ലോറിൽ തന്നെ എന്താ പറയാ ഒരു നഴ്സസ് കൺട്രോൾ ചെയ്യുന്ന ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും. അവിടെ ഈ ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ ആ വാർഡിലുള്ളവർക്ക് കൊടുക്കാനുള്ള മരുന്നുകൾ നേരത്തിന്, അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ
It should be given through നമ്മുടെ മെയിൻ ഫാർമസിയാണ്, ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് തന്നെയാണ് അത് കൊടുത്തു വിടുക. എന്നിട്ട് അതനുസരിച്ച് നേരത്തിന് നഴ്സുമാര് എന്ത് ചെയ്യുന്നു, അത് അവരുടെ പേരും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി വളരെയധികം ചെക്ക് ചെയ്തിട്ടാണ് ആ മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ അഡ്മിറ്റഡ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുന്നതാണ്. ആൻഡ് ഓൾസോ ഫാർമസിക്കുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്താണത്? ഫാർമസിയില് ഹോസ്പിറ്റലില് ഇതുപോലെയുള്ള മെഡിസിൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻസ് നമ്മുടെ ഹോസ്പിറ്റലില് എന്താ പറയാ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫ്രീക്വന്റ്ലി എന്താ പറയാ ഗൈഡഡ് ടു ദ ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന് അതിനെ കുറിച്ചുള്ള അത്തരം മരുന്നുകൾ ഏതൊക്കെയാണോ അതിന്റെ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കൂടി ഫാർമസിക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദേ ക്യാൻ പ്രിസ്ക്രൈബ് ദ മെഡിസിൻസ് വിച്ച് ഈസ് ഇൻ സ്റ്റോക്ക്. ഫാർമസിയിലുള്ള സ്റ്റോക്ക് അനുസരിച്ച് ആ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഡോക്ടേഴ്സിനെ പറ്റുകയും ചെയ്യും. അപ്പൊ അതും ഇവര് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തിന് ഇത്തരം ഇൻഫർമേഷൻസ് കൂടി ആ ഡോക്ടേഴ്സിന് പാസ് ചെയ്തില്ല എങ്കിൽ ചില മരുന്നുകളൊക്കെ അവിടെ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ എക്സ്പയറി ടൈം കഴിയാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും അവരിങ്ങനെ ഓർത്തിക്കണമെന്ന് നിർബന്ധമില്ല. ഡോക്ടേഴ്സ് അവരുടെയും കൂടെയും ഡിറക്ഷനിലാണെങ്കിലും നമുക്കറിയാം മരുന്നുകൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അവിടെ കൊണ്ട് നമ്മൾക്ക് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം എക്സ്പയറി കഴിയാൻ പോകുന്ന മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്ററെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് അവിടെ മരുന്നുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സ്പയറി ടൈമിനൊക്കെ അനുസൃതമായിട്ടാണ്. അപ്പൊ ആ രീതിയിലാണ് അവിടെയുള്ള റാക്സില് മെഡിസിൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും അതുപോലെ തന്നെ അതിന്റെയൊക്കെ റെക്കോർഡുകൾ അവരുടെ കയ്യിലുണ്ട്. എക്സ്പയറി ടൈമുകളൊക്കെ ഓരോ മെഡിസിൻസിന്റെയും അവർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഏതെങ്കിലും മെഡിസിൻസ് ഒക്കെ അവിടെ എന്താ പറയുക എക്സ്പയറി ടൈം കഴിയാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവരെ ഇൻഫോം ചെയ്തിരിക്കും നമ്മുടെ ഡോക്ടേഴ്സിനെ. സോ ദാറ്റ് അവർക്ക് എന്ത് ചെയ്യാം, ആ മരുന്നുകൾ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് കൊടുത്തു തീർക്കാൻ. അതായത് ഏറ്റവും അറ്റത്തേക്കാണ് ഇപ്പൊ 2024 സെപ്റ്റംബർ വരെയുള്ള ഒരു മരുന്നാണ്. ചിലപ്പോൾ നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ ആ രോഗം മാറുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കത് ഉപയോഗിച്ചിട്ട് ബാക്കി നമുക്ക് എടുത്തു വെക്കാം, സൂക്ഷിക്കാം, കാരണം പിന്നീട് ഉപയോഗിക്കാം എന്നുള്ള മരുന്നാണെങ്കിൽ 2024 സെപ്റ്റംബർ തീരാൻ ഇനി അധികം ദിവസമില്ല. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മൾക്ക് നോക്കി കണ്ടൊക്കെ അവർക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു എന്താ പറയുക ഒരു സെന്റർ കൂടിയായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസി പ്രവർത്തിക്കുന്നത്. സോ അതും അവരുടേതായ ഒരു എന്താണ് അവരുടെ ഒരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയാണ് അത്തരം കാര്യങ്ങൾ അവരെ അറിയിക്കുക എന്നുള്ളത്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുന്നതാണ്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ MRD. അതിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇനി മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്? ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ റെക്കോർഡിംഗ് and maintaining of all the records or files which is relating to the inpatient and also the outpatients. അതായത് ഹോസ്പിറ്റൽസിൽ വരുന്നു പോകുന്ന പേഷ്യൻസ്, അതായത് ഔട്ട്പേഷ്യൻസും അതുപോലെ തന്നെ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ സംബന്ധിക്കുന്ന സകലമായ കാര്യങ്ങളും അതിന്റെയൊക്കെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അത് റെക്കോർഡുകൾ കീപ്പ് ചെയ്താൽ പോരാ, അത് ഷുഡ് ബി മെയിൻറ്റെയിൻ. അതൊക്കെ കൃത്യമായ രീതിയിലാണോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽസിന്റെ റിസപ്ഷനിൽ നമ്മളുടെ പേരുകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതനുസരിച്ചിട്ടാണ് നമുക്ക് ചീത്ത ചെയ്യുക. അപ്പൊ ഓൾ തിങ്സ് വിൽ ബി റെക്കോർഡഡ്. അവരാണ് അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ആ റെക്കോർഡ് ചെയ്തിരിക്കുന്നതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊരു പ്രോപ്പർ മാനറിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യുക. അതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അത് ഓർക്കുക, this department handles the recording and maintaining of all records or files relating to the inpatients as well as outpatients. Inpatientsനെ സംബന്ധിക്കുന്നതും ഔട്ട്പേഷ്യന്റിനെ സംബന്ധിക്കുന്നതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള റെക്കോർഡുകളും കീപ്പ് ചെയ്യുക എന്നുള്ളതും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതുമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. And it is to control the medical statistics and also it can serve as a future purpose. അതായത് നമ്മുടെ ഒരു കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ തയ്യാറാക്കാൻ നമ്മുടെ എന്താ പറയാ മെഡിക്കൽ ഫീൽഡില് എന്തെങ്കിലുമൊക്കെ കണക്കുകളെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ടാകും. അപ്പൊ കണക്കുകൾ തയ്യാറാക്കേണ്ടതുണ്ടാകും. അപ്പൊ ആ കണക്കുകൾ തയ്യാറാക്കുന്ന സമയത്തൊക്കെ ഇത്തരം ഡീറ്റെയിൽസ്, ഇത്തരം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് വിൽ ഹെൽപ്പ് ദം. അത്തരം കാര്യങ്ങൾ അവരെ സഹായിക്കും. മാത്രമല്ല ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം. നമുക്കറിയാം ഓരോ ദിവസവും പല പല മാറ്റങ്ങളാണ്, പുതിയ പുതിയ മാറ്റങ്ങളാണ് നമ്മളെ ഈ ഓരോ ദിവസവും നമുക്ക് കാണാം.
അല്ലെ നമ്മുടെ ഡെയിലി ലൈഫിൽ വി ക്യാൻ സി മെനി ചേഞ്ചസ് അല്ലെ ഒക്കറിങ്. അതായത് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ. അപ്പൊ ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനും എപ്പോഴും ദേ ആർ ബീങ് അഡോപ്റ്റഡ് ടു ചേഞ്ചസ്. തീർച്ചയായിട്ടും അവരൊക്കെ ഓരോന്നിനും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വിധേയപ്പെട്ടവരാണ്. ഒരുപാട് മാറ്റങ്ങൾ പല രീതിയിലും കൊണ്ടുവരുന്നുണ്ട്. ഡെവലപ്മെന്റ് കാര്യത്തില് എന്താ പറയാ, ഒരു ഇംപ്രൂവ്മെന്റ്, ഒരു ഡെവലപ്മെന്റ്, വികസനം ആഗ്രഹിക്കുന്ന ഏത് ബിസിനസ് സ്ഥാപനങ്ങളും അങ്ങനെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പൊ മാറ്റങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചർ പർപ്പസിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു റെക്കോർഡിംഗ് സ്റ്റൈലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലോ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. അവർ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് അപ്പൊ നമുക്ക് ഇങ്ങനെ വേണ്ട, വേറെ രീതിയിൽ നമുക്ക് അതിനെ ചെയ്യാം അല്ലെ, വേറെ രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത്തരം മാറ്റങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. മനസ്സിലായല്ലോ എന്താണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്? ഇത് ഒന്ന് വേഗം വായിച്ചു നോക്കാട്ടെ എന്താണെന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായില്ലേ? എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. നീ വായിച്ചു നോക്കിയപ്പോ മനസ്സിലായല്ലോ. 2 സെന്റൻസേ ഉള്ളൂ. റെക്കോർഡ് ചെയ്യുന്നത് മെഡിക്കൽ ഹോസ്പിറ്റലിൽ വരുന്ന ഇൻപേഷ്യൻസിന്റെയും ഔട്ട് പേഷ്യൻസിന്റെ ഒക്കെ റെക്കോർഡുകളും ഫയലുകളും സൂക്ഷിക്കാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ് ഈസ് ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് അതിന്റെ പർപ്പസ്, എന്താണ് അതിന്റെ ലക്ഷ്യം? ഫോർ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, കണക്കുകൾ ഫോർമുലേറ്റ് ചെയ്യാനും ആൻഡ് ഓൾസോ ഫോർ ഫ്യൂച്ചർ പർപ്പസ്, ഭാവിയിലുള്ള കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ദിസ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ ഹോസ്പിറ്റൽ ഈസ് ഇൻ ഓപ്പറബിൾ കണ്ടീഷൻ. അതായത് ഒരു ഹോസ്പിറ്റലിനെ എപ്പോഴും എന്താ പറയുക, ഓപ്പറബിൾ കണ്ടീഷൻസിൽ, അതായത് ഓപ്പറേറ്റിംഗ് ഒരു കണ്ടീഷനിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി വരുന്ന, ഹെൽപ്പ് ചെയ്യുന്ന, സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും പ്രവർത്തന നിരതമായിരിക്കുക. ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയാ ബ്രേക്ക് ഡൗൺ വന്നാൽ it will affect the whole hospital system. ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യങ്ങളെ അത് എന്ത് ചെയ്യും, ബാധിക്കും. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്ത് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ, that means എന്ത് ബ്രേക്ക് ഡൗൺ ആയിരിക്കും അപ്പൊ നമ്മൾ വിചാരിക്കും. there are many equipments, machineries ഇൻസ്റ്റാൾഡ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരുപാട് മെഷീനറീസും ഒരുപാട് എക്യുപ്മെന്റുകളൊക്കെ കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ. ഇലക്ട്രിക് വർക്കുകളായിക്കോട്ടെ, പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതായിക്കോട്ടെ അല്ലെ, എയർ കണ്ടീഷനിങ് ആയിക്കോട്ടെ, ഒത്തിരി മെഷീൻസും അതുപോലെ തന്നെ എയർ കണ്ടീഷൻസും ഒത്തിരി കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിൽ. ഇതിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ ഒന്ന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ, എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യാതെ ആയി കഴിഞ്ഞാൽ, it will affect the whole hospital system. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിന്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. എന്ത്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും അലർട്ട് ആയിട്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഹോസ്പിറ്റൽസിനെ എപ്പോഴും ഒരു ഓപ്പറബിൾ കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരാൻ ഇവരെപ്പോഴും എന്താണ്, കണ്ണും കാതും കൈയും കാലും ഒക്കെ കൂർപ്പിച്ച് ഇരിക്കണം. ബിക്കോസ് ഏതെങ്കിലും ഒരു മേഖല, ഏതെങ്കിലും ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യാൻ, അത്തരം ഒരു എന്താ പറയാ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ ആരെ നമ്മൾ കോൺടാക്ട് ചെയ്യണം? അവരുടെ കൃത്യമായ ഇൻഫർമേഷൻസ് അവരുടെ കയ്യിലുണ്ടാവണം. മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ടാവണം. ഇപ്പൊ ഏതെങ്കിലും ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആകുകയാണ്. കാരണം നമ്മൾ ഒരുപാട് മെഷീൻസ് നമ്മുടെ വീടുകളിൽ നിന്ന് ഉപയോഗിക്കുന്നതാണല്ലോ. AC ഉപയോഗിക്കുന്നവരുണ്ട്, നമ്മുടെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള ഒരുപാട് മെഷീനറീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു പറയണ, ഒരു മിക്സി ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ. ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ മിക്സി വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ നമ്മളുടെ പ്രവർത്തനങ്ങളെ അത് എത്രത്തോളം ബാധിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് വീട്ടിലെ അടുക്കളയിലുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അത് പ്രത്യേകിച്ച് മനസ്സിലാവുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ഒരു മിക്സി ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കാത്ത വീടുകളില്ല ഇന്ന്. ബിക്കോസ് നമ്മളെപ്പോഴും നമ്മൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ജോലികളെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മെഷീൻസ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ജോലി തിരക്കുകള് എല്ലാവർക്കും ഭയങ്കര ബിസിയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ടാക്കാം ഇങ്ങോട്ടാക്കാം. അപ്പൊ ഇത്തരം കുറെ ജോലികളൊക്കെ ലഘൂകരിക്കുക, സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം മെഷീൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ധൃതി പിടിച്ചിട്ട് ഓൺ ചെയ്തപ്പോ കിടക്കുന്നത്.
എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, സ്റ്റക്ക് ആയിട്ട് നിൽക്കാണ്. അത് നമ്മളുടെ മൊത്തം എന്താ പറയാ കിച്ചൺ ഡ്യൂട്ടീസിനെ ഡിസ്റ്റർബ് ചെയ്യും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ ലാഗ് വരും. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ കൃത്യസമയത്ത് എവിടെയെങ്കിലും പോകാനോ നമ്മൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങാനോ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറെ വൈകും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവരുടേതായ ചീത്തയും മറ്റും ഒക്കെ കേൾക്കേണ്ടി വരും അല്ലെ. പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് വിടാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് എങ്കിൽ അവർക്ക് കൃത്യത്തിന് ചിലപ്പോ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ കൃത്യത്തിന് വിടാനായിട്ട് സാധിക്കാതെ വരും. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ചീത്ത എങ്ങനെ വന്നാലും ഓക്കെ. അപ്പൊ അതുപോലെ അങ്ങനെ ഒരു വീട്ടിൽ ഒരു ആകെ 3, 4, 5 ആൾക്കാരൊക്കെ ഉള്ള വീട്ടിൽ ഇത്തരം ഒരു ചെറിയൊരു മെഷീനിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ അത് അപ്സെറ്റ് ആകുന്നു, ആ വീട് മൊത്തം അപ്സെറ്റ് ആകുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ സച്ച് എ ബിഗ് ഓർഗനൈസേഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ ഏതെങ്കിലും മെഷീൻ ഇതുപോലെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ അല്ലെ എന്തായിരിക്കും സ്ഥിതി? കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്റ്റർബ് ആകും. അപ്പൊ അങ്ങനെ ഒപ്പറേറ്റീവ് കണ്ടീഷനിൽ എപ്പോഴും ആക്കി വെക്കുക എന്നുള്ളത് ഡ്യൂട്ടി വരുന്നതാണ്. പക്ഷെ അവസ്ഥ നമുക്കറിയാം മെഷീൻസ് ആണ്. അപ്പൊ എന്തെങ്കിലും തരത്തിൽ ഇതുപോലുള്ള ബ്രേക്ക് ഡൗൺസ് ഉണ്ടാക്കാൻ സാധ്യതയില്ല. നമ്മൾ എപ്പോഴും അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എപ്പോഴും ഇത് ഇപ്പൊക്കെ വാങ്ങിച്ചില്ലല്ലോ, അത് കുഴപ്പമൊന്നും വരില്ല, ഇത്ര നാൾ കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ റിപ്പയർമെന്റുകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ഡൗൺസ് ഒക്കെ വരുള്ളൂ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ മാൻമെയ്ഡ് ആണ്, മനുഷ്യന്മാർ ഇതൊക്കെ ഉണ്ടാക്കി അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പോരായ്മകൾ ചിലപ്പോഴൊക്കെ ചില റിപ്പയർമെന്റുകളൊക്കെ ആവശ്യം വരും. അപ്പൊ അതൊക്കെ കേടുപാടുകളൊക്കെ ഇല്ലാതെ ആക്കി കൃത്യമായിട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് വിളിക്കാം, നമ്മുടെ മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാം. സോ ദേ മസ്റ്റ് ഹാവ് എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് അബൌട്ട് whom to contact when such breakdowns happen. ഇത്തരം മെഷീൻസിന് എക്യുപ്മെന്റുകൾക്കൊക്കെ ബ്രേക്ക് ഡൗൺസ് ഉണ്ടായി കഴിഞ്ഞാൽ ആരെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളവരുടെ ലിസ്റ്റുകൾ ഇവരുടെ കയ്യിലുണ്ടാവും. അല്ലാണ്ട് ഇവർ പോയി നന്നാക്കണ്ട. ഇപ്പൊ ഒരു എക്കോ കാർഡിയോഗ്രാം മെഷീൻ എന്ത് ചെയ്യാണ്, ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് അത് സ്റ്റക്കായി പോയി. അപ്പൊ അടുത്ത ആൾക്കാരെ അത് ചെയ്യാനായിട്ട് ലാഗ് വരും അല്ലെ. ഒരു കാർഡിയോളജി വിഭാഗം ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ഒരുപാട് പേഷ്യൻസ് ഡേ ബൈ ഡേ ഇങ്ങനെ വന്നു കയറി പോകുന്നുണ്ടാകും. അപ്പൊ അവർക്കൊക്കെ ഇത്തരം ടെസ്റ്റിങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത്തരം മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയാൽ അത് മൊത്തം ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഡിസ്റ്റർബ് ആക്കും, കാരണം അപ്സെറ്റ് ആക്കും. കാരണം ഇനി ബാക്കിയുള്ളവര് ലാഗ് ആകും, ഡിലേ ആകും. അവരവിടെ കിടന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. നമ്മളിപ്പോ കുറച്ച് പേരൊക്കെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണാനായിട്ട് ഇത്തിരി സമയം കൂടുതൽ എന്താണത് നമ്മൾ വിളിക്കാത്ത, നമ്മൾ അവിടെ നിൽക്കും അല്ലെ, നേരിട്ടൊന്നും പറയില്ല. പക്ഷെ നമ്മൾ മനസ്സിലൊക്കെ നമ്മളുടെ കൂടെ വന്നവരുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ മനസ്സിൽ തന്നെ പറയില്ലെങ്കിൽ എത്ര നേരമായി നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്. നമുക്ക് ഭയങ്കര എന്താ പറയാ പേഷ്യൻസ് ഇല്ലാത്ത ആൾക്കാരാണ് എല്ലാവരും തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോ അതൊക്കെ ഡിസ്റ്റർബ് ആകുമ്പോ അതൊക്കെ ഒത്തിരി ലാഗ് വരും. അപ്പൊ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ആരെ വിളിച്ചാലാണ് എത്രയും പെട്ടെന്ന് അത് കൊണ്ടുവന്ന് എന്താ പറയാ അതിന്റെ റിപ്പയർമെന്റുകളൊക്കെ ശരിയാക്കാൻ പറ്റുന്ന ആളുകളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലാണ് ഉണ്ടാകേണ്ടത്. ആസ് സൂൺ ആസ് പോസിബിൾ. ഇന്ന് വിളിച്ചാൽ 2 ദിവസം കഴിഞ്ഞ് വരുന്നവരെ നമ്പർ ഒന്നും മേടിച്ചു വെച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്യാൻ ആരാണ് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കി അവരെ കോൺടാക്ട് ചെയ്യുന്നതൊക്കെ ക്ലിയർ ചെയ്ത് എടുക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവരോട് ചോദിക്കുള്ളൂ, ആ മെഷീൻ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ആ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി, നിങ്ങൾ അത് നോക്കുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഇവരുടെ കയ്യിലേക്ക് അതിന്റെ എന്താ പറയാ ചോദ്യം വരുള്ളൂ. അല്ലാണ്ട് ഹോസ്പിറ്റലിലെ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറോട് ആരും ചോദിക്കാൻ പോവില്ല. കാരണം അവർക്കത് നോക്കണ്ട, രോഗിയെ പരിശോധിക്കാൻ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാം അല്ലെ, ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും മെഷീൻ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി, ഇറ്റ്സ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡോക്ടേഴ്സ്. ആ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ എന്താ പറയാ ഉത്തരവാദിത്തമല്ല അതൊക്കെ ഓപ്പറബിൾ കണ്ടീഷനിൽ ആക്കി വെക്കാന്നാണ്. അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അത് ഇവരാണ്. ആരാണ്? മെഡിക്കൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓൾ ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഓപ്പറബിൾ കണ്ടീഷനിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടീഷനിലായിരിക്കണം. ആൻഡ് റിപ്പയർമെന്റ്സ് ഷുഡ് ബി ഡൺ നെസസറി. അതായത് ആവശ്യമായ സമയത്തൊക്കെ നമുക്ക് റിപ്പയർമെന്റുകളും റിപ്ലേസ്മെന്റുകളും ചിലപ്പോൾ റിപ്പയർ ചെയ്താൽ പറ്റൂല. അത് കുറെ ആയിട്ടോ ഇതിന്റെ കാലാവധി ഒക്കെ കഴിഞ്ഞു, നമുക്കിത് എന്തായാലും പുതിയത് ഒരെണ്ണം മാറ്റി സ്ഥാപിക്കണം. അപ്പൊ റിപ്ലേസ്മെന്റ് വർക്കുകൾ, എയർ കണ്ടീഷനിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന വർക്കുകൾ, പ്ലംബിംഗ് ബന്ധമായിട്ടുള്ളത്, മറ്റനേകം സ്റ്റീൽ വർക്ക്സ് മറ്റു കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് ഹോസ്പിറ്റൽസിൽ. വട്ടവർ ഇടയിൽ എന്തൊക്കെ ഇത്തരം മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ടോ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനോടായിരിക്കും. ഓക്കെ, സോ ദേ ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് പ്രോപ്പർലി. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? എന്തേ പറ. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പർച്ചേസിംഗ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ്. വട്ട് ഓൾ തിങ്സ് ആർ ടു ബി പർച്ചേസ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ടായിരിക്കും അല്ലെ, ഒരുപാട് എക്യുപ്മെന്റുകളും മരുന്നുകളും ഒക്കെ എന്തെങ്കിലുമൊക്കെയാണോ ഇത് വാങ്ങുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി വാങ്ങിക്കാനുള്ളത്, പർച്ചേസ് ചെയ്യാനുള്ളത് കേട്ടാ.
പൈസ കൊടുത്ത് വാങ്ങിക്കാനോ ഉള്ള ആ റെസ്പോൺസിബിലിറ്റി. അപ്പൊ പർച്ചേസ് ചെയ്യേണ്ട എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റ് കൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്താൽ മതി. ബിക്കോസ് ദേ ആർ റെസ്പോൺസിബിൾ ടു പർച്ചേസ് ഓൾ ദ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് വിച്ച് ആർ നീഡഡ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ സപ്ലൈസ് എന്തൊക്കെ എക്യുപ്മെന്റുകൾ വാങ്ങിക്കണോ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അത് എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഈ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്താൽ മതി. സോ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ്. ഇവരാണ് പർച്ചേസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്. അത്രേ ഉള്ളത് ഇതിനെ കുറിച്ച്. എല്ലാം വാങ്ങാനുള്ളത് എന്തൊക്കെയാണ് മനസ്സിലായല്ലോ? Okay, and the last one in supportive department, നമ്മുടെ supportive departmentന്റെ അവസാനത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ IT എന്ന് നമുക്ക് പറയാം അല്ലെ. All hospitals today ഇന്ന് ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കാത്ത ഹോസ്പിറ്റൽസ് ഇല്ല എന്ന് തന്നെ പറയാം. Because the computers help us to track the records of patients and their medical related affairs. നമുക്കറിയാം ഹോസ്പിറ്റൽസിലും ഇന്ന് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത് ധാരാളമാണ്. കാരണം പല കാര്യങ്ങൾക്കുണ്ട്. ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഡോക്ടേഴ്സ് അവരുടെ എന്താ പറയാ നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻ പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ആ ഒരു ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് പേഷ്യൻസിന്റെ ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് അകത്തേക്ക് കടത്തിവിടുമ്പോൾ സോ ദേ ഹാവ് ടു ഡിറ്റക്ട് ഇറ്റ് ഇൻ ദ മോണിറ്റർ. അത് കണ്ടുപിടിക്കുന്നത് അവർക്ക് എന്താ പറയാ വിസിബിൾ ആകുന്നത് മോണിറ്ററിലേക്ക് അത് ലിങ്ക് ചെയ്തിട്ടാണ്. ഓക്കെ, അവിടെയും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കാണാനൊക്കെ വരുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ പാസ് ചെയ്യുന്നുണ്ട്. It will be recorded. അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. All these things are done through hospital IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് nowadays hospitals use computers to track each and every records of the patient and also the medically related affairs. അവരുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടത്, മരുന്നുകളുമായി ബന്ധപ്പെട്ടത്, അവർക്ക് എന്തൊക്കെ മരുന്നുകൾ എഴുതി, അത് ഏതൊക്കെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു, പേഷ്യൻസിന്റെ പേര് വിവരങ്ങള്, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ എന്താ പറയാ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇന്ന് ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് വെനെവർ നീഡഡ്, എപ്പോഴൊക്കെയാണ് വേണ്ടത് നമുക്ക് എപ്പോ വേണമെങ്കിലും ആ ഇൻഫർമേഷൻസ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എപ്പോ വേണമെങ്കിലും വി ക്യാൻ റിട്രീവ് ദ ഡാറ്റ വിച്ച് ആർ റെക്കോർഡഡ്. സേവ് ചെയ്തിരിക്കുന്ന എന്ത് ഡാറ്റയെയും നമുക്ക് എപ്പോ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെഫർ ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംശയമൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് റെഫർ ചെയ്യണം. അപ്പൊ തന്നെ ഫോൺ വിളിച്ച് പേഷ്യന്റിനോട് ചോദിക്കുകയാണോ നിങ്ങൾ ഇന്ന് വന്നപ്പോ ഏത് ഡോക്ടറെ കണ്ടേ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബിക്കോസ് ഓൾ തിങ്സ് ആർ റെക്കോർഡഡ്. അതെല്ലാം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന റെക്കോർഡ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെ സഹായത്തോടെ. സോ ദേ ക്യാൻ റിട്രീവ് ദാറ്റ് പർട്ടിക്കുലർ ഡാറ്റ ആൻഡ് മേക്ക് ദെയർ ക്ലാരിഫിക്കേഷൻസ്. എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ക്ലിയർ ചെയ്യാനുണ്ടോ ഈ ഇൻഫർമേഷൻസ് അവർക്ക് എടുത്ത് അത് നോക്കാം. കാരണം പേഷ്യൻസ് ആണ്, എന്തെങ്കിലും തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായ മരുന്നുകളോ കൊടുക്കാനൊന്നും പാടില്ല. അപ്പൊ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ആൻഡ് വെൻ ദ സിസ്റ്റം ഫെയിൽസ്, അതായത് നമ്മുടെ സിസ്റ്റം ഏതെങ്കിലും തരത്തിൽ ബ്രേക്ക് ഡൗൺ ആയാലും ഒരു ഡാറ്റയും നമുക്ക് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇറ്റ് വിൽ ബി ഓൾ സേവ്ഡ്. അത് കമ്പ്യൂട്ടറിൽ ഓൾറെഡി സേവ്ഡ് ആയതുകൊണ്ട് എപ്പോ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയി, അത് എവിടെയെങ്കിലും പോയി അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയില്ല ഡാറ്റാസ് അല്ലെ. പക്ഷെ ഇന്ന് IT കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് ഓൾ ദീസ് ഡാറ്റാസ് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ പർട്ടിക്കുലർ കമ്പ്യൂട്ടേഴ്സ്, അതായത് കമ്പ്യൂട്ടേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. അത് നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാം. ആൻഡ് ഓൾസോ nowadays ഓൺലൈൻ സർവീസസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ് ടു ഹെൽപ്പ് ദം വിത്തൗട്ട് കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ. നമുക്കറിയാം ഹോസ്പിറ്റൽസിലേക്ക് വരാതെ തന്നെ ഓൺലൈൻ സർവീസസും ഇന്ന് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇത്രയും പോപ്പുലർ ആയത് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസസ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഏറ്റവും പോപ്പുലർ ആയത് നമ്മുടെ കൊറോണ വന്ന ആ ഒരു കാലഘട്ടം മുതലാണ്. കാരണം ഇപ്പൊ നമ്മളിപ്പോ സ്ഥിരമായിട്ട് നാട്ടിൽ ഹോസ്പിറ്റലിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി പുറത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ കോൺഫിഡൻസ് വരുന്നത്, നമുക്കൊരു ഇതുണ്ടല്ലോ, വിശ്വാസമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊരു വിശ്വാസമുള്ള ഒരു ഡോക്ടർ, ഒരു ഫാമിലി ഡോക്ടർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മളുടെ ആളുകളെയൊക്കെ കാണിക്കുന്ന രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ആ ഒരു ഡോക്ടർ നമുക്ക് എപ്പോഴും ഒരു ഭയങ്കര വിശ്വാസമായിരിക്കും. അപ്പൊ പുറത്തു പോയാലും ചിലപ്പോൾ നമ്മൾക്ക് വേണ്ട ചില അഡ്വൈസ് ഡോക്ടേഴ്സിൽ നിന്നും, മരുന്നുകളൊക്കെ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പൊ ആ മരുന്നുകളൊക്കെ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചു ചോദിച്ച് നമുക്ക് ഓൺലൈനിൽ നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കാര്യങ്ങളെ കുറിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞ് ആ മരുന്നുകളും അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് അത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് തന്നെ ഓൺലൈൻ സർവീസസ് ഇന്ന് വളരെയധികം ഇന്ന് കമ്പ്യൂട്ടേഴ്സിന്റെ സഹായത്തോടെ അതുപോലെ മറ്റു കാര്യങ്ങളും ഇതുപോലെയുള്ള ഇന്നത്തെ
ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതും പറ്റും. അപ്പൊ ഓൺലൈൻ സർവീസ് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും ഫീഡ് ചെയ്യാനും സേവ് ചെയ്യാനും നമുക്ക് ഇന്ന് IT എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇഫക്റ്റീവ് ഓൺലൈൻ സർവീസസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ഫോർ ദ പേഷ്യൻസ്. അതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്ന് വായിച്ചു നോക്കിയേ. ആ നാലെണ്ണം. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ. കഴിഞ്ഞോ? വായിച്ച് ഓക്കെ. അപ്പൊ നമ്മള് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3. മൂന്നായിട്ടാണ് ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ ഫൈനൽ വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അവസാനത്തേതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിനെ ബ്രോഡായിട്ട് ഇങ്ങനെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എങ്കിലും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലും അതിന്റേതായ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതിന്റെ ഫങ്ഷൻസ് അനുസരിച്ച്. ആൻഡ് നമ്മുടെ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, വിച്ച് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 3. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം തരംതിരിച്ചിരിക്കുന്നത് മൂന്നായിട്ടാണ്. 3 ആണ്. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഫിനാൻസ് ആൻഡ് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ്. അങ്ങനെ മൂന്നായിട്ട്. ഏതൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. ഇനി നമുക്ക് നോക്കാം ഇതെന്തൊക്കെയാണ്. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന സപ്പോർട്ടുകളും കൂടി കിട്ടിയാൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ അതിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളായ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ഇനി അത് മാത്രം മതിയോ? അല്ല. ഹോസ്പിറ്റൽസിനെ മറ്റു വിധേനയും ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ചില അഡ്മിനിസ്ട്രേറ്റീവ്പരമായിട്ടുള്ള, അതായത് ഭരണപരമായിട്ടുള്ള, മാനേജ്മെന്റ് പരമായിട്ടുള്ള ചില ഡിപ്പാർട്ട്മെന്റുകൾ കൂടിയുണ്ട്. ചില കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അവിടെ കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കാനാണ് നമ്മൾ മാനേജ്മെന്റ് ഒരു വിഭാഗം, അല്ലെ? നമ്മുടെ സ്കൂളുകള്, കോളേജുകള്, അവിടെയൊക്കെ മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്താൽ എവറിഥിങ് വിൽ ബി ഓക്കെ, എല്ലാം ഓക്കെ ആകും. മാനേജ്മെന്റ് ഉഴപ്പിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്ന ബാക്കിയെല്ലാം തന്നെ ഉഴപ്പാകും. കാരണം ഇപ്പൊ നമ്മളൊരു മാനേജ്മെന്റ് എന്തെങ്കിലും അവർ ചെയ്തോളും, എംപ്ലോയീസിനെ ഏൽപ്പിച്ചു കാര്യങ്ങളൊക്കെ, അവര് അതെല്ലാം കൃത്യമായി ചെയ്തോളും എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മാനേജ്മെന്റ് പരമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? അതൊക്കെ നടത്തി അവരെയൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചൊക്കെ നോക്കി വേണ്ട എന്താ പറയാ എൻകറേജ്മെന്റുകളും വേണ്ട ട്രെയിനിങ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടി വരുന്നതും ഇതൊക്കെ എല്ലാം കൃത്യമായിട്ട് എല്ലാ മേഖലകളെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിച്ചൊക്കെ പോകുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും എന്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വന്ന് എന്താ പറയാ ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ എന്താ പറയാ നമ്മളുമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു ബോധ്യം ഉണ്ടായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പോയിക്കോളും. അല്ലെങ്കിലാണ് കുഴപ്പം വരിക. അപ്പൊ ചില കോളേജിനെ കുറിച്ച് നമ്മൾ ഭയങ്കര ഇതാണ്, മോശമാണ് ആ കോളേജ്, പിള്ളേരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര ഉഴപ്പാണ്, ടീച്ചേഴ്സിനെ അനുസരിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. കാരണം എന്താ? മാനേജ്മെന്റ് പ്രോപ്പർ ആയില്ല എങ്കിൽ
അതായത് അവിടെ ഒരു എന്താ പറയാ ആവശ്യത്തിന് സ്ട്രിക്റ്റും എന്നാൽ കുട്ടികളോട് വളരെ നല്ല രീതിയിലും ചിലതുങ്ങളോട് നല്ല രീതിയിലൊക്കെ പെരുമാറിയില്ലെങ്കിലും ഭയങ്കര അങ്ങോട്ട് പറയുമ്പോ ഇങ്ങോട്ട് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പേടിയായിരിക്കും പറയാനായിട്ട്. ഇപ്പോഴത്തെ പിള്ളേരോട് അങ്ങനെയൊക്കെ നോക്കിക്കണ്ട് സംസാരിച്ചില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് എങ്ങനെ നമ്മളോട് റിയാക്ട് ചെയ്യും എന്നുള്ളതിൽ നമ്മൾ കുറച്ച് എന്താ പറയാ പേടിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. അപ്പൊ അവരുടെ കൂടെ കുറച്ച് നയത്തിൽ നിൽക്കുകയും എന്നാൽ അവർക്ക് പേടി വരികയും വേണം. ആ രീതിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമോ, നിങ്ങൾ നമ്മുടെ തലക്കേറിയിരുന്ന് ചെവി തിന്നാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അല്ലെ? അങ്ങനെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാ. എല്ലായിടത്തും ഏത് മേഖലകളും നമ്മൾ നോക്കിയാലും അങ്ങനെ തന്നെ. ആവശ്യത്തിന് സ്ട്രിക്ട്നെസ്സും അതുപോലെ തന്നെ ഫ്രണ്ട്ലിയും എല്ലാം കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു കാര്യങ്ങൾ എന്ത് കാര്യവും അത് വളരെ സ്മൂത്ത് ആൻഡ് വെല്ലായിട്ട് പോവുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ, നമുക്ക് അവര് എന്താ പറയാ അവർക്ക് നമ്മളോടുള്ള ദേഷ്യവും വൈരാഗ്യവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഫോം ചെയ്യും. അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് തിങ്. ഏത് ഓർഗനൈസേഷനിലും ഇത്തരം മാനേജ്മെന്റ് അല്ലെങ്കിൽ കൺട്രോളിങ് മെയിൻറ്റെയിനിങ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഹോസ്പിറ്റൽസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാനേജ്മെന്റുകൾ അഡ്മിനിസ്ട്രേറ്റീവ് വേണ്ടത് പ്രധാനമായിട്ടും ഈ 3 മേഖലയാണ്. ദാറ്റ് ഈസ് 1 ഹ്യൂമൻ റിസോഴ്സ്, രണ്ടാമത് ഫിനാൻസിന്റെ കാര്യത്തിൽ, മൂന്നാമത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് ആണ്. നോക്കാം, ഇറ്റ്സ് എ മെയിൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഓർ കമ്പോണന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. ആര്? ഹ്യൂമൻ പവർ അല്ലെങ്കിൽ മാൻ പവർ എന്ന് വിളിക്കാം. ഹ്യൂമൻ പവർ അല്ലെങ്കിൽ മാൻ പവർ എന്ന് പറയുന്നത് ഏതൊരു സംരംഭത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാത്ത ഒരു കാര്യമില്ല. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് നമ്മള് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ജോലി സ്ഥാപനത്തിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ കൂടി ഒരുമിച്ച് കളക്റ്റീവായിട്ട് ഒരുമിച്ച് ഒറ്റ പേരായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് ആയത് ഹ്യൂമൻ റിസോഴ്സ്. ഈ ഹ്യൂമൻ റിസോഴ്സുകളെ പരമാവധി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. ഒരു സ്ഥാപനം അവിടെ ഒരുപാട് ജോലിക്കാര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പ് ലെവൽ തുടങ്ങി ബോട്ടം ലെവൽ വരെ ഒരുപാട് ജോലിക്കാരുണ്ട്. ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ ആലോചിക്കുക നിങ്ങൾ. ഏറ്റവും താഴെ ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ ബോട്ടം ലെവലിൽ കിടക്കുന്ന ജോലിക്കാരായിട്ടുള്ള ക്ലീനിങ് സെക്ഷനിലും എന്താ പറയാ കഴുകുകയും തുടങ്ങിയൊക്കെ ചെയ്യുന്ന അവിടെ നിന്ന് തുടങ്ങി ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന എന്താ പറയാ ആളുകൾ, മാനേജിംഗ് ഡയറക്ടേഴ്സും അങ്ങനെയൊക്കെ ഒത്തിരി ആളുകളുണ്ട് ടോപ്പ് ലെവലിലുള്ളവര് അല്ലെ. അത്രയും ഇവരെല്ലാം കൂടി കളക്റ്റീവായിട്ടാണ് നമ്മൾ ഈ ഹ്യൂമൻ പവർ എന്ന് പറയുന്നത്. ഈ ഓർഗനൈസേഷൻ ഏത് ഓർഗനൈസേഷൻ ആയാലും അതിന്റെ അല്ലെങ്കിൽ വെൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവരെല്ലാം കൃത്യമായി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും അതിന്റെ അച്ചീവ്മെന്റ് എന്താണ്, അതിന്റെ എന്താ പറയാ നേട്ടത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് പരമാവധി പ്രോഫിറ്റ് നേടി അതിന്റെ എന്താ പറയാ വിജയം വരിക്കാൻ സാധിക്കുള്ളൂ, സക്സസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെല്ലാവരുടെയും ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ ഒരു ഓർഗനൈസേഷനില് ഹൗ ടു ബി അപ്പോയിന്റഡ് ഓർ റിക്രൂട്ടഡ്, ഇവരെയൊക്കെ എങ്ങനെയാണ് ഒരു ജോലി സ്ഥാപനത്തില് നമ്മൾ അവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക, ജോലി കൊടുക്കുന്നത് എങ്ങനെയാണ്? വരുന്നവരൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു നോക്കി, ഓ ഇതിന് തരമുണ്ടല്ലോ, സർട്ടിഫിക്കറ്റിന് കുറയുണ്ടല്ലോ, അത് നോക്കി. അല്ലെങ്കിൽ എന്താ പറയാ വരുന്ന ആളുകളുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കി അങ്ങനെയൊന്നും അല്ല റിക്രൂട്ട് ചെയ്യണ്ടേ. ഏത് ഓർഗനൈസേഷനും ഇത് ഹോസ്പിറ്റൽസിന് മാത്രം വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാട്ടെ ഈ മൂന്നെണ്ണം മൊത്തം ബിസിനസ് സംരംഭങ്ങളെ സംബന്ധിച്ചതാണ്. അതിന്റെ ഒരു സൈഡിൽ കൂടി പോട്ടെ. നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും ഇന്ന് ബിസിനസ് സംരംഭമായിട്ട് മാറിക്കഴിഞ്ഞു അല്ലെ. പണ്ടൊക്കെ സർവീസ് വിഭാഗത്തിലാണ് ഹോസ്പിറ്റൽസിനെ കണ്ടിരുന്നത്, സേവന വിഭാഗമായിട്ടാണ്. പക്ഷെ ഇന്ന് അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ആണ്. കാരണം ഭയങ്കര കോമ്പറ്റീഷൻസ് ആണ് ഇന്ന ഹോസ്പിറ്റൽ, അവിടെ മറ്റ് പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ അതേക്കാൾ വലിയ ടെക്നോളജി കൊണ്ടൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റ് ഹോസ്പിറ്റൽസിനെയും കാണാം. അവിടെയും കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ദേ ഷുഡ് റിക്രൂട്ട് എഫിഷ്യന്റ് ആൻഡ് ക്വാളിഫൈഡ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ദ സക്സസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബിസിനസ്. ആ ബിസിനസ് സംരംഭത്തിന്റെ വളർച്ചയ്ക്ക്, വികസനത്തിന്, വിജയത്തിന് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല ക്വാളിഫൈഡ് രണ്ടും നോക്കണം. മനസ്സിലായോ? ക്വാളിഫിക്കേഷൻ മാത്രം നോക്കിയാൽ മതി. ചില ആളുകൾക്ക് ഒത്തിരി പഠിപ്പുണ്ട്, ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ആണ്. ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ ഒരുപാട് അട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ എഫിഷ്യന്റ്. ചില ആളുകൾക്ക് അത് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അതെങ്ങനെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. നമ്മളുടെ എനർജി, നമ്മുടെ സ്മാർട്ട്നെസ്, നമ്മുടെ കറേജ്, ഒരുപാട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതും കൂടിയൊക്കെ പ്ലസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആരാകുക, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ജോലിക്കാരനോ ജോലിക്കാരിയാകും മാറുന്നത്. അപ്പൊ
ഇന്ന് അതൊക്കെ ഒരു ഭയങ്കര കൺസ്ട്രെയിന്റ് ആണ്. ഇത്തരം വലിയ ഘടകങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട്. പണ്ടത്തെ ഈ ക്വാളിഫിക്കേഷൻ മാത്രം നോക്കിയിട്ടാണ് ജോലി കൊടുത്തിരുന്നത്. ഏത് സ്ഥാപനങ്ങളിലായാലും പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ഒത്തിരി വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജോലി കിട്ടണമെങ്കിൽ പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളിലും നമ്മളിന്ന് ജോലി നേടിയെടുക്കാനായിട്ട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത്? നമ്മളുടെ എനർജി, നമ്മളുടെ സ്മാർട്ട്നെസ്, ഹൗ വെൽ വി ക്യാൻ ഡു ദാറ്റ് വർക്ക്, നമ്മളുടെ പെർഫോമൻസ്, ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നോക്കിയിട്ടാണ് ഓരോ ജോലി സ്ഥാപനങ്ങളിലും എന്ത് ചെയ്യുന്നത്? ആളുകൾക്ക് ഇന്ന് റിക്രൂട്ട്മെന്റ് കൊടുക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ എഫിഷ്യൻസി വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അലോങ് വിത്ത് ദ ക്വാളിഫിക്കേഷൻ. എന്താ ക്വാളിഫിക്കേഷൻ വേണ്ട ഈ എഫിഷ്യൻസിയും അതുപോലെ എന്ത് ജോലി ചെയ്യാമെന്നാണോ? അല്ല, ഒരു പരിധി വരെ അല്ല. പക്ഷെ ചില ആളുകള് നമ്മളിങ്ങനെ അവർ അത്രയും ക്വാളിഫൈഡ് അല്ല എങ്കിലും ചില സ്ഥലങ്ങളിൽ പറ്റില്ല. ഇപ്പൊ നമ്മള് സ്കൂൾ നോക്കാം. സ്കൂൾ ആകുമ്പോൾ നമുക്കറിയാം അവിടെ BEd, MEd അങ്ങനെയൊക്കെയുള്ള എന്താ പറയാ അങ്ങനത്തെ ക്വാളിഫിക്കേഷൻസ് മസ്റ്റ് ആണ്. അല്ലാത്തവർക്ക് എന്താ പറയാ നമ്മൾക്ക് അഫിലിയേറ്റഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ വരും അല്ലെ. പക്ഷെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല എങ്കിൽ കൂടി, ദാറ്റ് മീൻസ് BEdകളൊന്നും ഇല്ല എങ്കിൽ കൂടി ബൈ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ബൈ അവരുടെ തന്നെ ഒരു കഴിവുകൾ എബിലിറ്റി കൊണ്ടോ നമുക്ക് അങ്ങനെ ആകാം വേണമെങ്കിൽ അല്ലെ. അപ്പൊ അങ്ങനെ ആവശ്യമുണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ളവർക്ക് ജോലി കൊടുക്കാം. അത്തരം ഇൻസ്പെക്ഷൻസ് ഒന്നും ബാധിക്കാത്ത കാര്യങ്ങളുണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ ഒരുപാട് ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ എന്ന് വെച്ചാൽ അവിടെ ആ ട്യൂഷൻ പഠിപ്പിക്കുന്ന എല്ലാവർക്കും BEd ഉണ്ടാവണം എന്നാണോ? അല്ല, അവര് പ്രാക്ടിക്കൽ ആയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ആ ഒരു നോളജ്, ഹൗ ടു ഹാൻഡിൽ ദ സ്റ്റുഡൻസ്, ഹൗ ക്യാൻ ദേ ടീച്ച് ദം, അവരെ പഠിപ്പിക്കാൻ, അതിനോട് അവരെ ഹാൻഡിൽ ചെയ്യാൻ, ആ ഒരു കാര്യങ്ങളൊക്കെ കുറെയൊക്കെ അതിന്റെയൊക്കെ ഒരു നാക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ they can do it well. അവരെക്കാളും നന്നായിട്ട് ഇത്തരം ക്വാളിഫിക്കേഷൻസ് കയ്യിലുള്ളവരെക്കാൾ നന്നായിട്ട് ചിലപ്പോൾ അവർക്ക് സാധിക്കുമായിരിക്കും. അങ്ങനെയും നേടിയെടുക്കാൻ പറ്റും നമുക്ക്. പക്ഷെ ചില സ്ഥലത്ത് അത് പറ്റില്ല. കാരണം ചില സ്ഥലത്ത് ആ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണ്. ബിക്കോസ് അത് നമ്മുടെ എന്താ പറയാ ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോൾ അത് അവരുടെ സ്കൂളിനെ ബാധിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മൾ പുറത്തു വേണ്ടി വരും. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്ക് ആ ഒരു ജോലി അവിടെ കൊടുത്തു. വളരെ വലിയ ഗസ്റ്റൊക്കെ ആയിട്ട് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു ടീച്ചേഴ്സിന്റെ അവധിയിൽ പോകുമ്പോഴൊക്കെ വേണമെങ്കിൽ പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സ്ഥലത്ത് അപ്പൊ റിക്രൂട്ട്മെന്റ് ഇന്ന് പല രീതിയിലുമാണ് നടക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് പല പ്രൈവറ്റ് ഫേമുകളും അവരുടെ ജോലിക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നത് കൂടുതലും അവരുടെ എഫിഷ്യൻസിയും കൂടി സ്മാർട്ട്നെസ്, പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, റിക്രൂട്ട് ചെയ്യുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ടു എയിം അറ്റ് ദെയർ എഫിഷ്യൻസി. തീർച്ചയായിട്ടും അവരുടെ കാര്യക്ഷമതയെ എയിം ചെയ്തിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എയിം ചെയ്യേണ്ടത്. അല്ലാതെ വരുന്നവർക്കൊക്കെ ജോലി ഇവിടെ കുറെ വേക്കൻസി വന്നത് വേക്കൻസി എടുക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണോ? അല്ല. അപ്പൊ എഫിഷ്യൻസി നോക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ക്രിയേറ്റ് സം പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് ഹാവ് ടു ബി ഫോളോഡ് ബൈ ദ സ്റ്റാഫ്. ഇനി അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്കാർ ഫോളോ ചെയ്യേണ്ട ചില എന്താ പറയാ നിയമങ്ങളും പ്രൊസീജിയേഴ്സും ഒക്കെ. ഇപ്പൊ നമ്മൾ ഏത് വർക്കിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും അവിടത്തേതായ ചില നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, വേണ്ടേ? അല്ലെ? നമുക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ വി ഹാവ് ടു, നമ്മൾ അവിടെ എങ്ങനെയാണോ അവരെല്ലാവരും അവർ നമുക്ക് ഒരു പോളിസി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയേഴ്സ്, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫോളോ ദം. അത് നമ്മൾ തീർച്ചയായിട്ടും അനുസരിക്കണം. ഇത്ര സമയത്ത് വരണം എന്നുണ്ട്, ഇന്ന ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യണം എന്നുണ്ട്, വിതിൻ ഈ ഒരു ടൈമിനല്ലാതെ നമുക്ക് പുറത്തു പോകാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, അല്ലെ? അപ്പൊ അങ്ങനെ കുറെ പോളിസീസ് ആ സ്റ്റാഫുകൾ ഫോളോ ചെയ്യേണ്ട പോളിസീസും അതുപോലെ പ്രൊസീജിയേഴ്സും ഫ്രെയിം ചെയ്യുന്നത്, അതായത് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ദേ ഹാവ് ടു എൻഷുർ ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ദേ ഹാവ് ടു ഓൾസോ പ്രൊവൈഡ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ടു ദ എംപ്ലോയീസ്. ഇനി ഇതെല്ലാം കൊടുക്കുന്നതിന് പുറമെ, അതായത് നല്ല എഫിഷ്യൻസി ഉള്ള ജോലിക്കാരെയൊക്കെ തെരഞ്ഞെടുത്തു, റിക്രൂട്ട്മെന്റ് നടത്തി, അവര് എങ്ങനെയൊക്കെയാണ് ആ സ്ഥാപനത്തില്, ആ ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടത്. ഇപ്പൊ ഹോസ്പിറ്റൽസ് ആകുമ്പോൾ ഹോസ്പിറ്റൽസിൽ അവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവര് ഫ്രെയിം ചെയ്ത് വെച്ചു, അത് അവർക്ക് അറിയിച്ചു. എങ്ങനെയൊക്കെയാണ് ഓരോ ജോലിക്കാരും ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നേഴ്സുമാർക്ക് ഷിഫ്റ്റ് ഉണ്ടാവും. അത് മോർണിംഗിൽ വരുന്നവര് എന്താ പറയാ വൈകുന്നേരം എത്ര മണിക്ക് പോകാം, നൈറ്റ് ഷിഫ്റ്റിന് കയറുന്നവര് രാവിലെ എത്ര മണിക്ക് പോകാം, അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫോം ചെയ്ത് വെച്ചു. മറ്റേതെങ്കിലും ജോലിക്കാർക്കും എല്ലാ ജോലിക്കാർക്കും അവരവരുടേതായ
ചില പോളിസീസ് ഉണ്ട്. ഇതെല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചു. ഇനി ഇതെല്ലാം ഫ്രെയിം ചെയ്ത് അങ്ങോട്ട് കൊടുക്കാൻ മാത്രമാണോ ചെയ്യുക? അല്ല, ഇങ്ങോട്ടേക്കും കുറച്ച് എംപ്ലോയീസും ചില കാര്യങ്ങളും കൂടി പ്രൊവൈഡ് ചെയ്യണം. എന്താണ്? they have to ensure employee satisfaction. ഈ കൊടുക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി വളരെ തൃപ്തിയോട് കൂടിയാണോ ജോലിക്കാർ ചെയ്യുന്നതെന്ന് കൂടി ഇടയ്ക്കിടയ്ക്ക് ഉറപ്പുവരുത്തുക. ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ വന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പോയാൽ മതിയോ? ഇത്രയും വിശദീകരിക്കുന്ന കാര്യമൊന്നും എനിക്കില്ല. ഞാനിപ്പോ ഒരു 10 മിനിറ്റ് കൊണ്ട് ആ ഒരു എടുക്കാനുള്ള പോർഷൻ എനിക്ക് അങ്ങോട്ട് തീർത്തിട്ട് പോകാം. പക്ഷേ അത് നിങ്ങളിലേക്ക് എത്താൻ, നിങ്ങളുടെ മനസ്സിൽ അത് കയറിയിരിക്കാൻ പാകത്തിന് നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് പല പല കാര്യങ്ങളും അതിന്റെ അപ്പുറത്തേക്കും പറഞ്ഞു പോകും. ഇത് വായിച്ച് ഇതിന്റെ മീനിങ് പറഞ്ഞാൽ എനിക്കിപ്പോ ഈ എടുത്ത ഈ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാനെടുക്കുന്ന സമയം കൊണ്ട് ഒരു 10 ചാപ്റ്റർ തീർക്കാം ഇല്ലേ? നിങ്ങൾ തന്നെ പറ, ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ പറഞ്ഞത്? ശരിയാണോ എന്ന് പറയും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എനിക്ക് എന്റെ ഒരു ജോലി ഐ ഹാവ് ടു ബി ഡൺ. എനിക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റും? വിത്ത് മൈ സാറ്റിസ്ഫാക്ഷൻ. എനിക്കൊരു തൃപ്തി വരണം. ആ രീതിയിലാണ് ഞാനത് കൊടുക്കേണ്ടത്. ആ കൊടുക്കേണ്ട രീതി അപ്പൊ അത് ഉറപ്പുവരുത്തുക. എല്ലാ എംപ്ലോയീസും ജോലി ചെയ്യുന്നവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ അവരുടെ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ കടന്നു കഴിക്കുന്ന രീതിയാണോ എന്ന് വെച്ചാൽ വെറുതെ നമ്മുടെ ഒരു കടമ നിർവഹിച്ചു പെട്ടെന്ന് എന്തെങ്കിലും കഴിഞ്ഞ് അങ്ങനെ പോയാൽ മതി എന്നുള്ള രീതിയിലാണോ? അങ്ങനെ കഴിഞ്ഞു നമ്മൾ വളരെ സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ, ചെയ്യാൻ അവർക്ക് ഉള്ള അവസരമാണോ നമ്മുടെ ആ ഒരു ഫേമിൽ കൊടുക്കുന്നത്. ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, നമുക്ക് കിട്ടുന്ന ആ സാഹചര്യം, പഠിപ്പിക്കാൻ ഉണ്ട്, ആ പഠിപ്പിക്കാൻ വരുന്ന സാഹചര്യം ചുറ്റുപാട് നമുക്ക് ഫേവറബിൾ ആയിരിക്കണം. നല്ല രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇടയ്ക്ക് വല്ല മോണിറ്ററി നോൺ മോണിറ്ററി ബെനിഫിറ്റുകളും എംപ്ലോയീസിന് കൊടുക്കണം. ജോലി ചെയ്യുന്നവർക്ക് അവരെ സന്തോഷിപ്പിക്കാൻ, അവരെ പ്രീതിപ്പെടുത്താൻ കാശായിട്ടോ കാശല്ലാതെയോ, കാശല്ലാതെ എന്ത് കൊടുക്കും? കാശല്ലാതെ എന്ത് കൊടുക്കാൻ പറ്റും എംപ്ലോയീസിന്? ഇടയ്ക്ക് ഒരു ട്രിപ്പ്, 1 ഡേ ട്രിപ്പ് ഒക്കെ ഓരോ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് കൊണ്ടുപോകാം. മൊത്തത്തിൽ ഹോസ്പിറ്റൽസ് ഒന്നും അടച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങള് ഹോസ്പിറ്റൽസിനകത്ത് നടത്താം അല്ലെ? ഒരു ദിവസം അവർക്ക് എല്ലാവരും കൂടി ഗെറ്റ് ടുഗദർ ഒക്കെ നടത്തി ആ ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആരുടെ ഫൗണ്ടർ, ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ ആ ചെയ്ത ആളുടെ പേരുണ്ടാവുമല്ലോ, ഫൗണ്ടർ ഉണ്ടാവുമല്ലോ. ആ ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ ഒരു നിമിത്തമായ സ്ഥാപകൻ ഉണ്ടാവും. അയാളുടെ ഡേ ആയിട്ടോ ഒക്കെ എന്താ പറയാ, നമുക്ക് ഹോസ്പിറ്റലിന്റെ ഒരു ഡേ ആയിട്ട് ആചരിക്കാം. അങ്ങനെ ഒരു എന്റർടൈൻമെന്റ്, അതാണ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. കാശായിട്ടും കൊടുക്കാം. ഏതായാലും ഓണം, ക്രിസ്മസ്, വിഷു ഒക്കെ വരുമ്പോ അത്തരം ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ കുറച്ച് കൂടുതൽ ചെലവുണ്ടാവുമല്ലോ അവർക്ക് അല്ലെ? അപ്പൊ അവരുടെ സാലറികളിന് ഒരിച്ചിരി കൂടി ഇൻക്രിമെന്റ് ഒക്കെ കൊടുക്കും, കുറച്ചുകൂടി കുട്ടിയൊക്കെ പൈസ കൊടുക്കും. അതൊക്കെ മോണിറ്ററി. അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ എംപ്ലോയീസ് വിൽ ബി സാറ്റിസ്ഫൈഡ്. തീർച്ചയായിട്ടും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ? ഒരു സന്തോഷം അല്ലെ രണ്ടു കൂട്ടർക്കും. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ബി, ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഹ്യൂമൻ റിസോഴ്സസിന്റെ, ദേ ഷുഡ് എൻഷുർ ദാറ്റ് ബെസ്റ്റ് കോമ്പൻസേഷൻ ഈസ് ഗിവൺ ഫോർ ദ സർവീസസ് റെൻഡേർഡ് ബൈ ദ എംപ്ലോയീസ്. മാത്രമല്ല തീർച്ചയായിട്ടും ഇവർ ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യമാണ് ഓരോ എംപ്ലോയീസും അവർ നൽകുന്ന സേവനത്തിന് കൃത്യമായ കോമ്പൻസേഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് കൃത്യമായ കൂലി കൊടുക്കാന്ന്. പട്ടിയെ പോലെ പണിയെടുപ്പിച്ചിട്ട് കൂലിയുടെ കാര്യം വരുമ്പോ അത് ചെയ്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ പരാതികളും പരിഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് സാലറി കൊടുക്കുന്നതിൽ ഒരു കാര്യമില്ല അല്ലെ? അവർക്ക് ഇത്രയും അവർ അർഹിക്കുന്നുണ്ട് എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് അവർക്ക് ശമ്പളമുണ്ട്. അതാണ് ഓക്കെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സുകാർ ഇതൊക്കെ ഉറപ്പുവരുത്തണം. അല്ലാതെ ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുന്നു, പക്ഷെ എന്താണ്, പേയ്മെന്റ് ഈസ് വെരി ലെസ്. അവർക്ക് പോലും തികയുന്നില്ല. അവരുടെ എന്താ പറയാ, അവർ ചെയ്യുന്ന ജോലിക്ക് നമ്മളിപ്പോ ജോലി ചെയ്യുമ്പോ നമുക്ക് അതിൽ നമ്മുടെ കിട്ടുന്ന ഇൻകവുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഇത്രയും ജോലിയാണ് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്നത്. സോ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ സാലറി. ഞാൻ അതുകൊണ്ട് തൃപ്തയാണ്. അല്ലാണ്ട് ഞാൻ വലിയ മലമറയ്ക്കുന്ന കാര്യമൊന്നും അവിടെ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഓക്കെയാണ് ഈ ഒരു ശമ്പളത്തിന്. ആ ജോബ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ജോലികളുടെ കാഠിന്യവും ഹാർഡ്നെസ് ഒക്കെ കൂടി വരുമ്പോ എന്ത് ചെയ്യണം? അതനുസരിച്ച് പേയ്മെന്റ് കൊടുക്കണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. റീസണബിൾ ആയിട്ടുള്ള സാലറി ഓർ വേജ്, എന്താ പറയുക, കൂലി ആയിക്കോട്ടെ ശമ്പളം ആയിക്കോട്ടെ, അത് റീസണബിൾ ആയിട്ടുള്ളത് തന്നെ കൊടുക്കുക. വളരെ നല്ല രീതിയിലുള്ള സേവനത്തിന് നല്ല രീതിയിൽ തന്നെ അവർക്ക് ശമ്പളവും കൊടുക്കുക. ഇതിനൊക്കെ ഇവര് ഉത്തരവാദിത്തം പറയണം. ഇതൊക്കെ കൃത്യമായിട്ട് നോക്കി നടത്തേണ്ടത് ഹ്യൂമൻ റിസോഴ്സ്, അതായത് മാൻ പവറിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യലാണ്. ഒരു ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും മൊത്തത്തിൽ മാനേജ് ചെയ്യുക, അവരൊപ്പം നിൽക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കൊടുക്കുക. അവരുടെ സാലറിയുടെ കാര്യങ്ങൾ വന്നാലും വേജസിന്റെ കാര്യങ്ങൾ വന്നാലും അവർക്ക് കിട്ടേണ്ട മറ്റ് ബെനിഫിറ്റുകളുടെ കാര്യങ്ങൾ വന്നാലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാത്തിലും ഒരു കണ്ണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? മനസ്സിലായില്ലേ? ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ് ആണ്. അപ്പൊ എന്തായിരിക്കും ഫിനാൻസുകാർ ചെയ്യുക? അവര് ഫിനാൻസ് മേഖല കൈകാര്യം ചെയ്യുന്നവരാണ്.
ഫിനാൻസ് നമുക്കറിയാം, ഫിനാൻഷ്യൽ ആസ്പെക്ടുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സാമ്പത്തികപരമായിട്ടുള്ള മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റൽസിൽ പണം വരും പോകും അല്ലെ, അതായത് ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻസസും ഉണ്ട്. ഒരുപാട് പേഷ്യൻസ് വന്നു പോകുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ചാർജ്, മറ്റാരെങ്കിലൊക്കെ സ്പോൺസർ ചെയ്യുന്നത്, ഡൊണേഷൻസ് ആയിട്ട് കിട്ടുന്നത്, ഇതൊക്കെ എന്തായാലും ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് ബഡ്ജറ്റ്സ്, അതായത് അടുത്ത വർഷങ്ങളിലേക്കുള്ള ബഡ്ജറ്റുകൾ, അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ, എന്തെങ്കിലും മെഷീൻസ് ഒക്കെ എക്യുപ്മെന്റുകളൊക്കെ വാങ്ങിക്കാൻ എത്ര കാശ് വരും, അതിനു വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ്, ഫിനാൻഷ്യൽ പ്ലാനുകളൊക്കെ എന്താ പറയാ തയ്യാറാക്കുന്നതൊക്കെ ഇവരാണ്. ആര്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓൾസോ ദേ ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ ദെയർ അപ്ഗ്രഡേഷൻ. എന്നിട്ട് ബിസിനസ് എന്താ പറയാ ഹോസ്പിറ്റൽസിൽ വരുന്ന സാമ്പത്തിക വരുമാനത്തിൽ നിന്ന് പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അവരവരുടെ ഡിപ്പാർട്ട്മെന്റുകളുടെ അപ്ഗ്രഡേഷൻ എന്ന് വെച്ചാൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയഘട്ടങ്ങളിലും എന്ത് ചെയ്യുക, എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ഡെവലപ്മെന്റുകൾ, അപ്ഗ്രഡേഷൻസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് കാശ് വേണ്ടി വരും അല്ലെ. അപ്പൊ ആ കാശ് ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾക്ക്, ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം വികസിച്ചിട്ട് കാര്യമില്ല. ഹോസ്പിറ്റൽസിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ വികസിച്ചാലാണ് ഇറ്റ് വിൽ ബി ദ സക്സസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ വിജയമാകുക അല്ലെ. ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തിൽ മാത്രം ഒരുപാട് പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്നു, അവിടെ മാത്രം ഡെവലപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അന്നേരം ഹോസ്പിറ്റൽ വികസിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം പുതിയ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുക, അപ്പൊ പുതിയ പുതിയ അപ്ഗ്രഡേഷൻസ് നടത്തുക. അങ്ങനെ വരുമ്പോ ഹോസ്പിറ്റലിന്റെ ഫെയിം വർദ്ധിക്കും. ആൾക്കാരെല്ലാവരും അറിയും പുതിയ പുതിയ ഫെസിലിറ്റീസ് ഇന്ന ഹോസ്പിറ്റൽസിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്ന്. അപ്പൊ നമ്മുടെ അടുത്ത നിയറസ്റ്റ് പ്ലേസിലൊക്കെ അങ്ങനെയുള്ള പുതിയ ഡെവലപ്മെന്റ് ഉള്ള ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇത്രയും രോഗങ്ങളുമായിട്ട് വരുന്ന ആളുകളെ നമ്മൾ അവിടെ കൊണ്ടുപോകുള്ളൂ. ഇന്ന് നമുക്ക് പല ടെക്നോളജീസും നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് ദൂരം പേഷ്യൻസിനെ കൊണ്ട് പോകേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോ ഓൺ ദ വേ ഒക്കെ പലതും സംഭവിക്കാനും സാധ്യതകളുണ്ട് അല്ലെ. അങ്ങനെ എത്താൻ പറ്റാത്തത് കൊണ്ട് വഴിയിൽ വെച്ചിട്ടൊക്കെ പലതും സംഭവിക്കുന്നതും ഉണ്ട്. അപ്പൊ അത്തരം അപ്ഗ്രഡേഷൻസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണോ വേണ്ടേ അവിടേക്കൊക്കെ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഫണ്ടുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും നമ്മുടെ ഫിനാൻസ്, കാശ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഇവരാണ്. ഓക്കെ. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു പ്രിപ്പയർ വേജ് സ്റ്റേറ്റ്മെന്റ്സ്. ആർക്കൊക്കെയാണോ ജോലിക്കാർക്ക് കൂലിയും മറ്റൊക്കെ കൊടുക്കുന്നത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തയ്യാറാക്കേണ്ടത് ഇവരാണ്. പിന്നെ എന്റെ ജോലിക്കാർക്കൊക്കെ എന്തൊക്കെ കൂലി കൊടുത്തു അതൊക്കെ എഴുതി വെക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു പ്രൊവൈഡ് ഫണ്ട് ഫോർ ദ പർച്ചേസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അതായത് ഹോസ്പിറ്റൽസിൽ വേണ്ട മരുന്നുകളും അതുപോലെ തന്നെ മരുന്നല്ലാത്ത പല സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ട ഫണ്ട്, കാശ് കൊടുക്കേണ്ടത് ഇവരാണ്. ഇവർ കൊടുത്താലേ മറ്റേ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുകാരെ വാങ്ങിക്കുള്ളൂ. പൈസ ഇവിടെ കൊടുക്കണം, ഇവരാണ് കൊടുക്കേണ്ടത്. ഇവര് പൈസ കൊടുക്കും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുകാർക്ക്. അപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ലിസ്റ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യാനുള്ളത് അതനുസരിച്ച് പർച്ചേസ് ചെയ്യണം. ക്ലിയർ? മനസ്സിലായോ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോഴാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്ഥലത്തെത്തി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എന്ത് കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്? എന്ത് കോഴ്സാണ് പഠിക്കണമെന്ന് മറന്നുപോയോ? കോഴ്സിന്റെ പേര് മറന്നോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ച് നമ്മളെല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്നത്. ബിക്കോസ് എന്താണത്? ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ദ പവേഴ്സ് ടു ലുക്ക് ആഫ്റ്റർ ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. ദാറ്റ് മീൻസ് ദേ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നോക്കിക്കാണുക. വെറുതെ നോക്കിയിട്ട് കണ്ടോണ്ട് നിങ്ങൾക്ക് വന്ന കാര്യമില്ല. അവിടേക്ക് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ ശരിയാക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് പോരായ്മകൾ തോന്നുന്നുണ്ട്, അതെല്ലാം ശരിയാക്കാം, അതെല്ലാം മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടിയാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ളത്. അതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടീസ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റൽസ് നടക്കുന്നുണ്ട്. ഒരുപാട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു, ഫാർമസിയിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു, പേഷ്യൻസ് വരുന്നു, പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം തന്നെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് കാര്യങ്ങള് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നു, ദിനം പ്രതി നടക്കുന്നു, അതാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ദിനം പ്രതി എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതിലെല്ലാം ഒരു കണ്ണു വേണം. ആർക്ക്?
hospital administrator എന്ന നിലയ്ക്ക്. And also they have to make അല്ലെങ്കിൽ do the paperwork in favor of hospital. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുത്തുകുത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പേപ്പർ വർക്ക് എന്ന് വിളിക്കുക. ആ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യേണ്ടതും ഹോസ്പിറ്റലിലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം തന്നെയാണ്. ആൻഡ് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ബൈ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിലെ എല്ലാവരും തന്നെ ഹോസ്പിറ്റലിന്റേതായ ഭരണപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തണം. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ ഹോസ്പിറ്റലിന്റേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റും അതിനനുസൃതമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളവരും ഇവര് എന്ത് ചെയ്യണം, മേക്ക് ഷുവർ ചെയ്യണം, അവര് വിലയിരുത്തണം, ഉറപ്പുവരുത്തണം. ആൻഡ് ദേ ഓൾസോ ഹാവ് ടു ഓർഗനൈസ് സപ്പോർട്ട് ദ പേഷ്യൻസ് ടോട്ടൽ കെയർ. അതായത് ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റുകൾ വരുമ്പോ അവർക്ക് ആ ഹോസ്പിറ്റൽ വിട്ടു പോകുന്നത് വരെ കിട്ടുന്ന മെഡിക്കൽ ടോട്ടൽ കെയർ, ആകെ കിട്ടുന്ന ഒരു മെഡിക്കൽ കെയർ എന്തൊക്കെയാണ്. ഒരു രോഗമായിട്ട് നമ്മൾ വന്നു, അത് എന്താ പറയുക, ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, 2-3 ദിവസം കഴിഞ്ഞ് പോകും. അപ്പൊ അതുവരെ ആ കംപ്ലീറ്റ് ടൈമില് ഇവരുടെ എങ്ങനെയുള്ള കെയറുകളാണ് ഇവർക്ക് കൊടുക്കുന്നത് കിട്ടുന്നത്, അത് മേക്ക് ഷുവർ ചെയ്യേണ്ടതും ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ആൻഡ് ദേ ഓൾസോ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ഇന്റഗ്രേറ്റ് വേരിയസ് ഫങ്ഷൻസ് ആൻഡ് സർവീസസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒത്തൊരുമിപ്പിച്ച്, പ്രവർത്തനങ്ങളും സേവനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ. ഈ പറയുന്ന പ്രവർത്തനങ്ങൾ എന്താ പറയാ സേവനങ്ങളെല്ലാം ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിനാണ്. ഓക്കെ, അപ്പൊ ഒരു ചില്ലറ കാര്യമല്ല. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രം കൈകാര്യം ചെയ്താൽ മതി എന്ന ഇരിക്കെ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന് അവരുടെ മാത്രം പരിധിയിൽ ഒതുങ്ങുന്നതല്ല. മൊത്തത്തില് ഹോസ്പിറ്റലിന്റെ എന്താ പറയാ തലയുടെ പൊക്കത്തിൽ നിന്നിട്ട് എല്ലാത്തിനെയും ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വിരിച്ച് പിടിച്ച് നോക്കി കാണേണ്ടതാണ്. ഓക്കെ, എന്നാൽ മാത്രമാണ് എന്താ പറയാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ അനുഭവപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യുന്നത് ഇവരോടായിരിക്കും, അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തോടായിരിക്കും. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുള്ള തെറ്റാ, കുഴപ്പം, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നേ എന്നേ വരുള്ളൂ. അപ്പൊ ഇവര് എല്ലാം മൊത്തത്തിൽ നോക്കിക്കാണാം. പേഷ്യൻസിന്റെ കാര്യങ്ങളാകാം, ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ കാര്യങ്ങളാകാം, പർച്ചേസുമായി ബന്ധപ്പെട്ടതാകാം, പേപ്പർ വർക്കുകളാകാം, ഒരുപാട് ഓരോ ദിവസത്തെ ദൈനംദിന പ്രവർത്തനങ്ങളാകാം. ഇതെല്ലാം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് എല്ലാവർക്കും ഒരു കണ്ടെത്തി അവിടെയൊക്കെ പ്രോപ്പർ കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അഡ്മിനിസ്ട്രേറ്റീവ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാട്ടെ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ എന്താണെന്ന് 3 ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. വായിച്ചു നോക്കുക. കഴിഞ്ഞോ? വായിച്ചേ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. അഡീഷണൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് എഴുതാം, ബാക്കി അടുത്ത ദിവസം എഴുതാം. ഒന്ന് വേഗം എഴുതി വെച്ചോട്ടോ. നമ്മുടെ അപ്പൊ ചാപ്റ്റർ തീർന്നേ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്നു. നമ്മൾ അടുത്ത ദിവസം ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതും, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ദിവസം എഴുതും. അപ്പൊ നിങ്ങൾ അടുത്ത ദിവസം വരുമ്പോ ഇപ്പൊ തരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരാം. ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമേ തരുള്ളൂ, ആൻസർ തരില്ല കേട്ടോ. ഒരു 3-4 ക്വസ്റ്റ്യൻ ഇപ്പൊ എഴുതാം, പെട്ടെന്ന് വേഗം എഴുതിക്കോട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫിസിയോതെറാപ്പി comes under dash in supportive departments. Under dash in supportive departments.
physiotherapy comes under dash in supportive department. Second one, laboratory and radiology. Laboratory and radiology is under dash of supportive department. Is under dash of supportive department. Laboratory and radiology is dash under supportive department. Third one. Question. Okay. அடுத்தது, medical departments are classified as medical department are classified as dash and dash. Dash and dash. Next one, fourth one, general surgery is included in dash of medical department. Dash of medical department. Next one. Dash is the department. Dash is the department. Dash is the department mainly concentrated on CONCENTRATED. Concentrated on providing quality patient care. Quality patient care for elderly people. Elderly people. And the next one, labor rooms and maternity wards are dash services in medical department. Dash services in medical department. എഴുതിയല്ലോ അല്ലെ? അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ആൻസർ ചെയ്തിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്കത് വായിക്കാം. അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ആ ക്ലാസ്സിൽ തന്നിട്ട് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ മിസ്സേ, ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? കോൾ കട്ടായി പോയി. ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ആരെങ്കിലും ആ ക്വസ്റ്റ്യൻ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും അതൊക്കെ നന്നായിട്ട്, ആദ്യത്തെ ചാപ്റ്റർ കുറെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ചാപ്റ്റർ ആണ്. കാരണം ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിന്റേതായ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് 1, 2, 3 പ്രാവശ്യമൊക്കെ ആ ചാപ്റ്റർ ഒന്നും കൂടി ഒക്കെ വായിച്ചൊക്കെ നോക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. അല്ലാതെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ തപ്പി കൊച്ചു പിള്ളേർക്ക് ചെയ്യുന്ന പോലെ ചെയ്യരുത്. എളുപ്പപ്പണി ചെയ്യരുത്. വായിച്ചു നോക്കി ആ പേപ്പർ മാറ്റി വെച്ചിട്ട് നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ബുക്കിൽ എഴുതാം. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അപ്പൊ ഇനി നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണുമല്ലോ അല്ലെ? അപ്പൊ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. Happy Onam. Thank you, ma'am. Thank you. Bye. Thank you.